ഒന്നുപെടുത്തിട്ട് കിടന്നുറങ്ങാവൂ. ഒന്നുമില്ലാതെ ഒരു മനുഷ്യനും ഉറങ്ങരുത്. കാരണം ഒന്നുതാ ഉറക്കമെന്ന് പറഞ്ഞാൽ മരണമാ. ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ. എന്റെ പ്രിയപ്പെട്ടവര്, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം പറയണം അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. എന്തിനാ പറയുന്നത്? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. മരിച്ചു കിടന്ന് എനിക്കൊരവസരം നൽകിയല്ലോ, ഒരു ദിവസം കൂടെ എനിക്ക് ആയുസ് നീട്ടി തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അതിനാണ് അല്ലാഹുവിനെ സ്തുതിക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, ഒന്നുപെടുത്തിട്ടേ ഉറങ്ങാവൂ. എന്തേ കാരണമെന്നറിയോ? ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഒന്നുപെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ തലയുടെ ഭാഗത്ത് മലക്ക് നിൽക്കുകയാണ്. മൻബാത്ത ത്വാഹിറുൻ ബാത്ത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖദു സഅതൻ മിനൽ ലൈൽ. നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് വരെ നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് മലക്ക് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഗഫിർ ലഹു, പുറത്തു കൊടുക്കണേ അല്ലാ, കരുണ കാണിക്കണേ അല്ലാ. ഒന്നുപെടുത്തിട്ട് കിടക്കുന്നവനാ പടച്ചവനെ ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഉളുവില്ലാതെ ഒരാളും കിടന്നുറങ്ങരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രതിഫലമെന്ത്? ഇനി ഉറക്കത്തിൽ കിടന്നു മരിച്ചാലോ എന്റെ പ്രിയപ്പെട്ടവരെ, നീ എത്ര വലിയ ഭാഗ്യവാനാ. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുമ്പോ ഒന്നുവോടുകൂടി വേണം മരിക്കാൻ. പടച്ചവനെ, എന്തേ പ്രതിഫലമെന്ത്? ഒന്നുവോടുകൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. കാണണ്ടേ വാപ്പാ ജിബ്രീലിനെ? അല്ലാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹീമായിട്ട് കടന്നു വന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? മരിക്കുന്ന സമയത്തു നിനക്ക് കാണണ്ടേ? റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളുടെ കൂടെ അസ്രായിൽ എന്ന് പറയുന്ന മലക്കും നിന്റെ ചാരത്ത് കടന്നു വരികയാ. എന്തു ചെയ്താ? ഒന്നുപെടുത്തിട്ട് കിടന്നുറങ്ങിയാൽ ഒന്നുവോടുകൂടി മരിക്കുന്നവന് പടച്ച റബ്ബ് കൊടുക്കുന്ന പ്രതിഫലമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഒന്നുമില്ലാതെ ഉറങ്ങരുത്, ഒന്നുപെടുക്കാതെ ഉറങ്ങരുത്. ഒന്നുകൂടി കിടന്നുറങ്ങിയാൽ ഇബാദത്തിന്റെ കൂലിയാ. ഉണരുന്നത് വരെ മലക്കിന്റെ ദുആയാ. നാലാമതായിട്ട് അള്ളാന്റെ റസൂൽ എവിടെന്ന് പറയുന്നു, മലക്കുകൾ ഇഷ്ടപ്പെടുന്ന, മലക്കുകൾ ദുആ ചെയ്യുന്ന നാലാമത്തെ വിഭാഗം ആരെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തി നബിയുടെ മേലിൽ സ്വലാത്ത് പറഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന നാലാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയുന്നവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കെ നബിയിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നബിയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ആരാണോ സ്വലാത്ത് പറയുന്നത്, ആ സ്വലാത്ത് പറയുന്നവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. മലക്കുകൾക്ക് നമ്മളെ വല്ലാത്ത ഇഷ്ടമാ സഹോദര. സ്വലാത്ത് പറയണം. ഇവിടെ നിന്ന് പോകുമ്പോൾ, വരുമ്പോൾ, വണ്ടിക്ക് പോകുമ്പോൾ, ചുമ്മാതെ ഇരിക്കുമ്പോൾ സ്വലാത്ത് പറയുന്നവരെ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാ. നിങ്ങൾക്കറിയോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അസ്രായിൽ അലിഹിസ്സലാം, അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിൽ അസ്രായിൽ കടന്നു വന്നു. അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുന്നു, നബി, എനിക്കിഷ്ടമാ നബിയെ, അങ്ങയുടെ മേൽ ആരെങ്കിലും സ്വലാത്ത് പറഞ്ഞാൽ അവരെ എനിക്ക് വലിയ ഇഷ്ടമാ. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഒരു 10 സ്വലാത്ത് പറഞ്ഞു വരുന്ന കൈപൊക്കിക്കെ, നിസ്കരിച്ച സമയത്തല്ലാതെ. ബാക്കിയുള്ളവർക്കൊക്കെ തിരക്കാ അല്ലേ?
നമ്മൾ മനസ്സിലാക്കണ്ടേ? ഒരു 10 പറയാൻ, ഒരു 10 സ്വലാത്ത് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. അപ്പൊ നിസ്കാരത്തിന് ശേഷമുള്ള 10 വെട്ടി, അപ്പൊ 50 അത് തന്നെ ഉണ്ട്. ആ നിസ്കാരത്തിന് ശേഷമുള്ള 10 പറഞ്ഞാൽ മതി, അല്ലാത്തപ്പോ പറയണ്ട. അതുപോലും പറയാൻ നമ്മൾ മടി. നിങ്ങൾക്കറിയോ, അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, അങ്ങയുടെ മേല് സ്വലാത്ത് പറയുന്നവനെ എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ, എനിക്കവനെ സ്നേഹവാ, ഞാൻ അവനെ മറക്കൂല, എനിക്കവരോട് വല്ലാത്ത സ്നേഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അസ്രായിൽ എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയെ സ്വലാത്ത് പറയുന്നവനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, അവനോട് വല്ലാത്ത സ്നേഹമാണ്. അവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയുവോ നബിയേ? സ്വലാത്ത് പറയുന്നവര് ഓരോ ദിവസവും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മേല് സ്വലാത്ത് പറയുന്ന പെങ്ങളെ, നിനക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാണ്. അസ്രായിൽ എന്ന് പറയുന്ന മലക്കിന്റെ പേര് കേൾക്കുമ്പോഴേ നിനക്ക് പേടിയല്ലേ? എങ്കിൽ ആ മലക്ക് അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, അങ്ങയുടെ മേലെ സ്വലാത്ത് പറയുന്നവന് എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്കവനോട് വല്ലാത്ത സ്നേഹമാണ്. ഞാനവന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയോ നബിയേ? ഞാനവനെ വേദനിപ്പിക്കില്ല, അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ് റൂഹ് പിടിക്കുന്നതെന്നറിയോ? അന അഖ്ബിദു റൂഹഹു കമാ അഖ്ബിദുൽ അർവാഹുൽ അംബിയാ. സ്വലാത്ത് പറഞ്ഞവർ കൈപൊക്കാൻ പറഞ്ഞപ്പോ ഇവിടെ ഇരുന്ന് കൊണ്ട് കൈപൊട്ടിയ മനുഷ്യ, നിന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയുവോ? ഈ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആദം നബിയും, നൂഹ് നബിയും, ഇബ്രാഹിം നബിയും, മൂസാ നബിയും, ദാവൂദ് നബിയും, യാക്കൂബ് നബിയും, യൂനുസ് നബിയും, യൂസുഫ് നബിയും, ഹാറൂൻ നബിയും, യഹ്യാ നബിയും, അയ്യൂബ് നബിയും, സുലൈമാൻ നബിയും, സക്കരിയാ നബിയും, ഈസാ നബിയും, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങൾ, അവരുടെ റൂഹ് പിടിച്ചതുപോലെ, അവരുടെ റൂഹ് പിടിച്ചതുപോലെ വേദന കുറയ്ക്കുകയാണ്, വേദന കുറയ്ക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മേലെ സ്വലാത്ത് പറഞ്ഞവന്റെ റൂഹ് പിടിക്കുന്നത് അങ്ങനെയാ നബിയേ. ഞാൻ വേദനിപ്പിക്കില്ല നബിയേ, മയം കാണിക്കും നബിയേ, കരുണ കാണിക്കും നബിയേ, സൂക്ഷ്മതയോടുകൂടി റൂഹ് പിടിക്കും നബിയേ. ആരാ പറയുന്നത്? അസ്രായിൽ എന്ന് പറയുന്ന മലക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് പറയുന്നു മീകായിൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് മീകായിൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്കും ഇഷ്ടമാണ് നബിയേ, എനിക്കും സ്നേഹമാണ് നബിയേ, ഞാനും അവരെ മറക്കില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിലൂതുമ്പോ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, നടന്നു വരുന്നവർ, എഴഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, പടച്ചവനെ പിന്താരങ്ങളിൽ കുടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ജനങ്ങൾ മുഴുവനും കടന്നു വരുമല്ലോ. ചെമ്പിന്റെ തറയാടാ ചെറുപ്പക്കാരാ, മോനെ, ഒരു ചാണ് മുകളില് സൂര്യനാ, നൂൽബന്ധം പോലുമില്ല. ആ പടച്ചറപ്പിന്റെ പരലോകത്ത് നീ ഇങ്ങനെ നിൽക്കുമ്പോ ഇസ്രാദാ മീകായിൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, അവിടെന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, അന അസ്ഖീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്, ഞാനവനെ തിരിച്ചറിയും നബിയേ, ഞാനവനെ തിരിച്ചറിയും നബിയേ. കൊണ്ടുവരും ഹൗദുൽ കൗസറിന്റെ ചാരത്ത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹൗദുൽ കൗസർ ഉണ്ടല്ലോ, ജീവിതത്തിൽ ഒരിക്കൽ കുടിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന കാലം വരെ ദാഹമുണ്ടാകാത്ത ആ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന ആ പാനീയത്തിന്റെ ചാരത്തേക്ക് നിന്നെ കൊണ്ടുവരികയാ, അവിടെന്ന് കുടിപ്പിക്കുകയാ, അവിടെന്ന് കുടിപ്പിക്കുകയാ. ആരാ പറയുന്നത്? മീകായില. മീകായിൽ എന്ന് പറയുന്ന
മലക്കാട് പറയുന്നത് ഞാൻ അവരെ കൊണ്ടുവരും നബിയേ. അനാ അസ്ഖീഹി മിൻ ഹൗദിക യാ റസൂലല്ലാഹ്. ഉമ്മമാരേ, സ്വലാത്തിന്റെയും ദിക്റിന്റെയും മജ്ലിസുകളിൽ പോകുന്നവർ, ഓരോ ദിവസവും പടച്ചവനെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറയുന്ന ഉമ്മമാര്, നിനക്കറിയണോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നിട്ട് പറയുകയാ, എന്റെ പെങ്ങളെ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നീ കടന്നു ചെല്ലുമല്ലോ. നിന്റെ വാപ്പയുണ്ട്, നിന്റെ ഉമ്മയുണ്ട്, നിന്റെ ഭാര്യയുണ്ട്, നിന്റെ മക്കളുണ്ട്, നിന്റെ കൂടപ്പറപ്പുണ്ട്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സ്വഹിബതിഹി വ ബനീ. ഒരാളും തിരിഞ്ഞു നോക്കാത്ത നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് യാ വൈലതാ യാ ഹസ്റതാ, എന്റെ നാശമേ എന്ന് പറഞ്ഞ ജനങ്ങൾ അവിടെ കടന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. ഈ പറയുന്ന നിന്നെ അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോവുകയാണ്. വിചാരണയ്ക്ക് വേണ്ടി പടച്ചറപ്പിന്റെ മുന്നിലേക്ക് നിന്നെ കൊണ്ടുപോകുമ്പോ ഒരു മലക്ക് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ സുജൂദിൽ കിടക്കുകയാണ്. അല്ലാഹുവേ, തല ഉയർത്തുന്നില്ല. എഴുന്നേക്ക് ഇസ്രാഫീല്, എഴുന്നേക്ക് ഇസ്രാഫീല്. എന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നത്? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, അന അസ്ജുദു ലില്ലാഹി തആല മാ അർഫഉ റഅസി ഹത്താ യഗ്ഫിറല്ലാഹു തആല ലഹു. ചെറുപ്പക്കാരാ, നിനക്ക് വേണ്ടി, ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ കോടതിയില് ഒരു മലക്ക് സുജൂദിൽ കിടക്കുന്നു. എഴുന്നേക്കില്ല റബ്ബേ, ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല റബ്ബേ. ഇവന് പുറത്തു കൊടുക്കണമല്ലോ, ഇവന് പുറത്തു കൊടുക്കണമല്ലോ. ഇവന് സ്വർഗം കൊടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കില്ല അല്ലാ. ഒരു മലക്ക് റബ്ബിന്റെ മുന്നിൽ പ്രതിഷേധം നടത്തുകയാ. ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് പറഞ്ഞ നിനക്ക് വേണ്ടി. അല്ലാഹുവിന്റെ മലക്ക് അവിടെ കിടന്ന് സുജൂദിൽ കിടന്ന് പ്രതിഷേധിച്ചിട്ട് അല്ലാഹു നിനക്ക് പുറത്തു തന്നു എന്ന് പറയുമ്പോഴാണ് ആ മലക്ക് അവിടെ നിന്ന് തല ഉയർത്തുന്നത്. അതാ സ്നേഹബന്ധമെന്ന് പറഞ്ഞാൽ, അതാണ് സ്നേഹബന്ധമെന്ന് പറഞ്ഞാൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്രാഫീൽ എന്ന മലക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ കിടക്കുകയാ. ഇനി നാലാമത്തെ മലക്കാരാ, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. അവസാനം എവിടെ വെച്ചെന്നറിയോ? സിറാത്ത് എന്ന് പറയുന്ന പാലമുണ്ടല്ലോ, നരകത്തിന്റെ മുകളിലൂടെ പടച്ചറപ്പ് വലിച്ചു കെട്ടിയിരിക്കുന്ന സിറാത്ത്. അസ്വിറാത്തു അലാ ജഹന്നം മിസ്ല ഹർഫി സൈഫി. വാളിന്റെ അഗ്രഭാഗത്തിനേക്കാളും മൂർച്ചയുള്ള വല്ലാത്ത ഇരുള് മൂടിയ വഴുവഴുപ്പുള്ള നരകത്തിന്റെ തീകളും കൊളുത്തുകളും കിടന്ന് പരക്കം പായുന്ന നരകത്തിന്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കുന്ന ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ ദൂരമുള്ള ആ സിറാത്ത് എന്ന് പറയുന്ന പാലത്തിന്റെ മുന്നിലെത്തുമ്പോ പേടിയാവുപ്പാ, പേടിയാവുമ്മ. തന്റെ കണ്ണിന്റെ മുന്നിൽ മനുഷ്യന്മാര് നരകത്തിലേക്ക് വീഴുന്നത് കാണുമ്പോ പേടിച്ച് നീ ഇങ്ങനെ നിൽക്കുകയാ. ആ സമയത്ത് വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. എന്തിനാ പേടിക്കുന്നത്? അന ആഖിദം ബിയദിഹി വയമുറു അല സിറാത്ത്. ജിബ്രീൽ പിടിക്കുന്ന കയ്യിൽ ഞാൻ കൊണ്ടുപോകാ, ഞാൻ കൊണ്ടുപോകാ. നീ മുത്തി നബിയെ സ്നേഹിച്ചവനല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ എല്ലാ ദിവസവും സലാത്ത് പറഞ്ഞവനല്ലോ. നിന്നെ ഞാൻ കൊണ്ടുപോകാ സ്വർഗത്തില്. ആ മലക്ക് കയ്യിൽ പിടിച്ച് നിന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ മടി വേണ്ട, പ്രയാ
പ്രയാസം വേണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്തുകൾ കൊണ്ട് നിന്റെ നാവ് ഇങ്ങനെ നനച്ചോ. ആ മദീനയുമായിട്ടൊരു ബന്ധമുണ്ടാക്കിക്കോ, റൗളാ ശരീഫുമായിട്ടൊരു ബന്ധമുണ്ടാക്കിക്കോ. മലക്കുകൾ നിന്റെ സ്വലാം അവിടെ കൊണ്ടുപോയി എത്തിക്കണമല്ലോ. അതുകൊണ്ട് അള്ളാന്റെ റസൂല് പറയുകയാ, മലക്കുകളുടെ ദുആ കിട്ടുന്ന ഒന്നാമത്തെ വിഭാഗമാരാ ജീവിതത്തിൽ ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറയുന്നവരാ. രണ്ടാമത്തെ വിഭാഗമാരാ പടച്ചവനെ തന്റെ കൂട്ടുകാരനില്ലാത്ത സമയത്ത് അവന് വേണ്ടി ദുആ ചെയ്യുന്നവനുണ്ടല്ലോ. മൂന്നാമത്തെ വിഭാഗമാരാ പടച്ച റബ്ബേ സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ, സ്വലാത്ത് പറയുന്നവരുണ്ടല്ലോ. അവർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുകയാ. അവർക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അഞ്ചാമത്തെ വിഭാഗമാരെന്നറിയുവോ? ഉറങ്ങല്ലേ, ഉറങ്ങല്ലേ. ഈ നിമിഷം നമ്മൾ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കേൾക്കാൻ പോകുകയാ. പടച്ചവനെതായി തീടാറായി കിടക്കുന്ന മദ്രസയുണ്ടല്ലോ, പടച്ചവനെ ഒന്ന് മാറണമല്ലോ. ഇത്രയും പണിയെത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ വിചാരിച്ചാലല്ലാതെ ഇത് പണിയാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുകയാ. പടച്ചവനെ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. മലക്കുകളെ തലയുടെ മുകളില്, മലക്കുകളെ തലയുടെ മുകളില് ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തു കൊടുത്താൽ മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാ നീ കൊടുത്തതിൽ നിന്ന് അല്പം തന്നിരിക്കുന്നു റബ്ബേ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. മലക്കുകൾ നിന്റെ തലയുടെ മുകളിൽ നിന്നിട്ട് ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരും. തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നുണ്ട്. അല്ലാഹു തന്നിൽ നിന്നൊരൽപ്പം എടുത്തിട്ട് ഈ കാണുന്ന മദ്രസയ്ക്ക് വേണ്ടി നീ എന്തെങ്കിലും കൊടുത്ത മലക്ക് ദുആ ചെയ്യും, ഉള്ളതിൽ പങ്കു കൊടുത്തു പടച്ചവനെ നീ ഇവന് ബർക്കത്ത് ചെയ്യണേ അല്ലാ, നീ രക്ഷപ്പെട്ടു. നീ അല്ലാതെ നിന്റെ കയ്യിൽ ഉണ്ടായിട്ട് നീ കൊടുക്കാതെ ഇരുന്നാൽ അപ്പോഴും മലക്ക് ദുആ ചെയ്യും, ഉണ്ടായിട്ടും കൊടുത്തില്ല റബ്ബേ, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കണേ അല്ലാ, പോയി നിന്റെ കാര്യം. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ഉറക്ക അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ആരുടെയും പൈസ അല്ലാഹ്ക്ക് വേണ്ട, നിനക്ക് തന്നെയാ നേട്ടം. അസ്സദഖത്തു റത്തുൽ ബലായ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റും. അല്ലാഹ്ക്ക് ചില അടിമകളുണ്ട്, അവർ മരുന്ന് കഴിച്ചിട്ടല്ല രോഗം മാറ്റുന്നത്, സദക്ക കൊടുത്തിട്ട് രോഗം മാറ്റും. മരുന്ന് കഴിച്ചിട്ടല്ല. അതുകൊണ്ടാണല്ലോ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തൊക്കെ ചോദിച്ചാലും കൊടുക്കൂല. വയ്യാതായി കഴിഞ്ഞാൽ പള്ളി ഒരു 501 ഒരു നോട്ടീസും ദുആ ചെയ്യും. എന്തിനാ സഹോദര കൊടുക്ക. അൽഹംദുലില്ലാ. നിങ്ങളെല്ലാവരും ഒരാളും കയ്യിൽ വെച്ചിട്ടില്ലെന്ന് പറയരുത്. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്ടെ, ഇട്ടതിൻ്റെ പ്രതിഫലെങ്കിലും കിട്ടും. ഒന്നിട്ടെ, എൻ്റെ മുഖത്ത് നോക്കാനല്ല, പോക്കറ്റ് കൈ എടുക്കണോ, ഇനി എടുത്തോ ഇൻഷാ അല്ലാ സമാധാനത്തിൽ. അൽഹംദുലില്ലാ. എല്ലാവരും എടുത്തു. ബിസ്മില്ലാ. ഈ കവർ എടുത്ത് സ്റ്റേജിൽ നിന്ന് മേടിച്ചോ ആദ്യം ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാ. എല്ലാവരും ഒന്ന് കൈയിട്ടെ. തലയുടെ മുകളിൽ മലക്ക് നിൽക്കുന്നുണ്ട്, 8ന്റെ പണി കിട്ടിക്കളയും. കൊടുക്ക്, ഇല്ലെങ്കിൽ വെറുതെ ദുആ മേടിച്ചിട്ട് ഉള്ളത് കൂടെ കളയണ്ട. പോ, കവർ പിന്നെ അതങ്ങ് വിടും. കവറിങ്ങിതാ പോ, ബക്കറ്റ് കൊണ്ടുപോകും. എന്നാ കവർ പിന്നെ കൊടുക്കാം. അൽഹംദുലില്ലാ ഇൻഷാ അല്ലാ. എല്ലാവരും അൽഹംദുലില്ലാ ഒരു സലാത്ത് പറ. അല്ലാഹു ഈമാൻ കൊടുക്കട്ടെ. പറ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അർഹമർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ആരെല്ലാം പടച്ചവനെ നിന്റെ ഇൽമ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് വേണ്ടിയാണ് തമ്പുരാര്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദക്ക കൊടുക്കുന്നുണ്ടോ അവരുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവിധ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ കൊടുക്കല്ലേ അല്ലാഹ്. പടച്ചവനേ
ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കൾ ഇവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ, കരിച്ചു കളയണേ അല്ലാ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. സമാധാനത്തിൽ ഇൻഷാ അല്ലാ ബക്കറ്റും കൊണ്ട് ഓടരുത് കേട്ടോ, പതുക്കെ പോയാൽ മതി ആ കാക്ക കേട്ടോ. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള അവസരവാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിർത്തുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ അൽഹംദുലില്ലാ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്കണം. നമുക്ക് മടിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരുന്നിട്ട് ചോദിച്ചു, യുദ്ധത്തിന് പോകുകയാണ്, കയ്യിലൊന്നുമില്ല, ആരാ സഹായിക്കാനുള്ളത്? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, 100 ഒട്ടകങ്ങളും ആ ഒട്ടകത്തിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ചോദിച്ചു, ഇനി ആരാ? അപ്പോഴും ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, 200 എണ്ണം കൂടെ തരാ നബിയെ. അപ്പോഴും ദുആ ചെയ്തു. കുറച്ച് കഴിഞ്ഞു പിന്നെയും ചോദിച്ചു. മൂന്നാമത് എഴുന്നേറ്റിട്ട് പറഞ്ഞു, 300 തരാ നബിയെ. സഹാബികൾ പറയുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നാൽ സമ്പത്ത് തീരുന്നത് വരെ ഉസ്മാൻ തങ്ങൾ കൊടുക്കും. നമ്മളോ പിരിവിന് പോകുമ്പോൾ പറയും, കഴിഞ്ഞ പ്രാവശ്യം തന്നില്ലേ, ഇനി എന്താ? അങ്ങനല്ലേ? പിരിവിന് പോകുമ്പോൾ എന്താ പറയും? മദ്രസയ്ക്കല്ലേ നേരത്തെ തന്നേ, ഇപ്പൊ എന്താ എപ്പോഴും എന്താപ്പ ഇത്? ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. തിന്നു കഴിഞ്ഞാൽ പിന്നെയും തിന്നണുണ്ടല്ലോ. ഇപ്പൊ ഒരു നേരം തിന്നാനിരുന്ന ആദ്യം തിന്നും, പിന്നെ വെള്ളം കുടിക്കും, പിന്നെ അത് കഴിഞ്ഞ് മധുരം തിന്നണില്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാന്റെ ദീനിന് വേണ്ടി നിങ്ങൾക്കറിയുമല്ലോ, ഈ നിങ്ങൾ പഠിച്ച മദ്രസയല്ലേ അപ്പൊ ഈ ഷെഡ്, ഇതെങ്ങാണ് തലയിൽ ഇടിഞ്ഞു വീണാലോ? അള്ളാഹു കാക്കുമാറാകട്ടെ. നരച്ചുക്ക് എടാ, ഇത്രയും പരിതാപകരമായ അവസ്ഥയിൽ ഇങ്ങനെ ഒരു മദ്രസ ഇവിടെ കിടന്നിട്ട് നിങ്ങൾക്ക് കണ്ണ് കാണുന്നില്ലേ സഹോദര? ഇവിടെ മക്കൾ വരുന്നില്ലേ? ഇവിടെ അല്ലേ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുക? ഇവിടെ അല്ലേടാ മയ്യത്ത് കുളിപ്പിക്കാൻ പഠിപ്പിക്കുക? ഇവിടെ അല്ലേ മയ്യത്ത് നിസ്കരിക്കാൻ പഠിപ്പിക്കുക? നിസ്കരിക്കാനും സർവ്വ ഇൽമുകളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ മദ്രസ ഇത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന കണ്ടിട്ട് നിന്റെ കണ്ണ് തുറക്കണില്ലെങ്കിൽ ഇനി എന്ന് തുറക്കാനാ? ആ പിഞ്ചു മക്കൾ, നിങ്ങൾക്കറിയോ മദ്രസയിലേക്ക് നടന്നു വരുന്ന മക്കൾ എത്ര വലിയ മഹത്വമുള്ളവരാ. ആ മക്കൾ ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും ഒരു ഫാത്തിഹ ഓതും പഠിക്കുന്നതിന് മുമ്പ്. അവിടെ നിന്ന് ഫാത്തിഹ ഓതിയിട്ടാ തുടങ്ങുക. പിരിയുമ്പോ 3 സലാത്ത് പറയുമല്ലോ, പള്ളിക്കാട്ടി കിടക്കുമ്പോ കിട്ടും അത് നിനക്ക്. സ്വന്തം മക്കളെന്ന് ഉപ്പയുടെയും ഉമ്മയുടെയും മയ്യത്ത് കുളിപ്പിക്കാൻ പോലും അറിയാത്ത മക്കൾ, നിങ്ങൾ ചിന്തിക്കാത്തതിൻ്റെ. അതുകൊണ്ട് അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, ഇന്ന് നിങ്ങളുടെ ചില വീടുകളിലേക്ക് മലക്കുകൾ വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇന്ന് ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരുടെ വീട്ടിൽ ആര് വരും? അസ്രായേലല്ല, മലക്ക് വരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അസ്രായേൽ എന്തായാലും നിന്നെ കൊണ്ടുപോകാൻ വരും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, പെങ്ങളെ, ഇന്ന് അള്ളാന്റെ മലക്കുകൾ നിന്റെ വീട് തേടി വരണം. ഇന്നുവരാരും വന്നിട്ടില്ലെങ്കിൽ ഇന്നത്തെ രാത്രി നിന്റെ വീട്ടിലേക്ക് അള്ളാന്റെ മലക്കുകളെ വിളിച്ചിറക്കാൻ പറ്റുമോ? നിനക്ക് പറ്റും പെങ്ങളെ. നിന്റെ ശരീരത്ത് കിടക്കണ സ്വർണ്ണം ഊരാൻ പറ്റുമോ? നിന്റെ ശരീരത്ത് കിടക്കണ സ്വർണ്ണമിടാത്ത ഒരെണ്ണം പോലുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയണോ, അല്ലാഹുവിന്റെ വീട് കാണാൻ അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വരുന്ന ഈ മജ്ലിസിലിരിക്കുന്ന ചിലരുടെ വീട് കാണാൻ ഇന്നും മലക്കുകളുടെ തിരക്കാ. എന്റെ പ്രിയപ്പെട്ടവരെ, മലക്ക് വന്ന ഒരു വീട് പറയട്ടെ. അല്ലാഹുവിന്റെ മലക്കുകൾ സന്ദർശനം നടത്തിയ ഒരു വീട് പറയാ. നമ്മുടെ വീട് എങ്ങനെയാകണേ, നമ്മുടെ വീട് എങ്ങനെയാകണേ. മഹാനായ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ചരിത്രം എടുത്തു നോക്കൂ. അതാ ഉമ്മു സുലൈം എന്ന് പറയുന്ന ഒരു മഹദി വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ തന്റെ കുടിലിന്റെ വാതിലിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആരെയാണ് കാത്തു നിൽക്കുന്നത്? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും തന്റെ പൊന്നുമകനെയും കാണുന്നില്ല. പള്ളിയിൽ പോയതാണ് വാപ്പയും മകനും. കാണാത്തത് കാരണം പള്ളിയതാ പടച്ചവനെ വീടിന്റെ കവാടത്തിൽ കാത്തു നിൽക്കുകയാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവും മകനും പള്ളി നിസ്കരിക്കാൻ പോയി. തിരിച്ചു വരാൻ താമസിച്ചിട്ടും കാണുന്നില്ല. ഇങ്ങനെ കാത്തു നിൽക്കുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യമാര് വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കാറുണ്ടോ? ഉണ്ടോറ? ഉണ്ടോ?
അങ്ങനത്തെ വല്ല ഭാഗ്യവാന്മാരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ കാണാം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ പെണ്ണുങ്ങൾ ഇത്തിരി കഴിഞ്ഞിട്ട് വന്നാൽ മതി, കാരണം സീരിയൽ കണ്ട് തീർക്കണ്ടേ. ഇയാൾ വന്നു കഴിഞ്ഞാൽ വേറെ വാർത്തയിടും, കുത്തിക്കൊണ്ടിരിക്കും. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവ് പള്ളിയിൽ പോയിട്ട് കാണുന്നില്ല, നോക്കിയിരുന്നു. പൂമുഖ വാതുക്കൽ ഒരു പാട്ടില്ലേടോ, സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാണ് എൻ്റെ ഭാര്യ. സുബ്ഹാനല്ലാഹ്. പാടാനൊക്കെ എല്ലാവർക്കും പറ്റും, എഴുതാനും പാടാനും എല്ലാവർക്കും പറ്റും. പക്ഷെ ആ പൂന്തിങ്കളെ ഇന്ന് വരെ കണ്ടിട്ടില്ല നമ്മളിൽ പലരും. നമ്മുടെ വീട്ടിലും ഉണ്ട്. അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞോ. അറിയാമല്ലോ കിടന്ന് അനുഭവിക്കുന്നത്, അറിയാവല്ലോ. നാട്ടുകാരുടെയും ലോകത്തിന്റെ മുന്നിൽ നീ വലിയവനായിരിക്കും. പക്ഷെ പെണ്ണ്, നിങ്ങളറിയോ, മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് ഒരാൾ വരിക. ഒരാൾ ഉമർ തങ്ങൾ ഖലീഫയെ ആ വീടിന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നു. അല്ലാഹുവേ, ഈ മനുഷ്യനങ്ങ് തിരിച്ചു പോവാ. എന്തിനാ വന്നതെന്നറിയോ? ഇയാളുടെ പെണ്ണുമ്പിള്ളയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഈ മനുഷ്യൻ വരിക ഖലീഫയോട് പരാതി പറയാൻ. ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ കുത്തുവാക്കും പരിഹാസങ്ങളും സഹിക്കാൻ പറ്റാതെ ഖലീഫയോട് പരാതി പറയാൻ വേണ്ടി വന്നതാണ്. ഉമർ തങ്ങളുടെ വീട്ടിൽ വന്ന് നിന്നിട്ട് നോക്കുമ്പോൾ ഉമർ തങ്ങളുടെ വീടിനകത്ത് ബദർ നടക്കുക. ഉമർ തങ്ങളും ഭാര്യ ഉമർ തങ്ങളെ നിർത്തി പൊരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സാധു പടച്ചവനെ മിണ്ടാതെ ഇറങ്ങിപ്പോയി. അപ്പൊ ഉമർ തങ്ങൾ, ചങ്ങായി ഇവിടെ പോവാ, എന്താ? ഒന്നും ഇല്ലപ്പ, നീ എന്തിനാ വന്നേ? അല്ല തങ്ങളെ, എൻ്റെ പെണ്ണുമ്പിള്ളയുടെ പരാതി പറയാ. ഇവിടെ പടവേടിച്ചു പന്തളത്ത് പോയപ്പോ പന്തംകുളത്തി പറയണ പോലെ ഇതാ. അള്ളാഹു നമുക്ക് സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. ഇപ്പം എല്ലാം വിട്ടില്ലേ. ഇപ്പം ഇനി കല്യാണം കഴിക്കണമെങ്കിൽ 18 തികയുമ്പോൾ ചാടാൻ നിന്ന ആമിനെ ഇപ്പം ആകാശത്ത് നോക്കി നക്ഷത്രം എണ്ണ ഉടച്ചല്ലേ. 18 തികയുമ്പോൾ ചാടാൻ നിന്ന ആമിനെ ഇപ്പം ആകാശത്ത് നോക്കി നക്ഷത്രം എണ്ണ. പടച്ചവനെ 18, 19, 20, 21 കരയുക. അള്ളാഹു നമ്മുടെ മക്കൾക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറഞ്ഞെന്തെന്നറിയോ? 3 പെൺമക്കളുള്ളവർ കൈപൊക്കിക്കേ. 3 പെൺകുട്ടികളുള്ളവർ, 2 എണ്ണം ഉള്ളവർ കൈപൊക്ക്. 1 കൈപൊക്ക്. സ്വർഗത്തില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെയാണ്? സ്വർഗത്തിൽ. എന്ത് ചെയ്യണം? ഈ പറഞ്ഞ നിനക്ക് അള്ളാഹു തന്ന നിന്റെ മക്കളെ നല്ലതുപോലെ വളർത്തി വിവാഹം കഴിച്ചു കൊടുക്കണം. നല്ലതുപോലെ വളർത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുത്താൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇപ്പം തന്നെ നീ ചിന്തിച്ചോണം, അത്ര എളുപ്പമുള്ള കാര്യമല്ല അതൊന്നും. അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതിനെയൊക്കെ 18, 21 വരെയൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത്. ശരി, അള്ളാഹു നമ്മുടെ മക്കളെ നിക്കാഹ് കഴിച്ചു കൊടുക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വീടിന്റെ വാതിലിൽ കാത്തു നിൽക്കുകയാ. അതാ വരുന്നു തന്റെ മകനും ഭർത്താവും. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അനസ് റളിയല്ലാഹു തആല അൻഹു, വാപ്പയും മകനും പടച്ചവനെ ഉത്സവപ്പറമ്പിൽ നിന്ന് വരികയില്ല. പള്ളിയിൽ നമസ്കരിക്കാൻ പോയിട്ട് വാപ്പയും മകനും കൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ഉമ്മു സുലൈമിന് സമാധാനമായി. പടച്ചവനെതായി ഇന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ നടന്ന് അവസാനം വീടിന്റെ മുന്നിൽ വരുമ്പോ മൂന്നാമതൊരു പ്രായമുള്ള മനുഷ്യനെ കാണുകയാ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ ഭർത്താവിന്റെ കൂടെ ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെ കാണുകയാണ്. വീടിന്റെ അകത്തേക്ക് കടന്നു വന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് അബൂ തൽഹ തങ്ങൾ കടന്നു വരുമ്പോ അവിടെന്ന് ചോദിക്കുന്നു, അബൂ തൽഹ, കൂടെ ഒരു മനുഷ്യനുണ്ടല്ലോ, ആരാണ്? നിങ്ങളുടെ കൂടെ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ടല്ലോ, ആരാണെന്ന് ഭാര്യ ചോദിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇശാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബാ, ഒരു യാത്രക്കാരനുണ്ട്, ആരാ ഭക്ഷണം കൊടുക്കുക? ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, ആരാണ് എന്ന് കൊണ്ടുപോയിട്ട് ഭക്ഷണം കൊടുക്കുക? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ കൊണ്ടുപോകാ നബിയേ, ഞാൻ ഭക്ഷണം കൊടുക്കാ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്നതാണ്. ഉമ്മു സുലൈമിന്റെ കണ്ണ് നിറയുകയാ.
എന്തിനാ കരയുന്നത്? പടച്ചവരെ, ഇന്ന് നമ്മുടെ വീടിന്റെ അകത്താകെയുള്ളത് ഈ ഭക്ഷണമാണ്. കുറച്ച് ഭക്ഷണം എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. ഇതല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ പൊന്നുമകന് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. നമ്മുടെ പൊന്നുമകന് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായല്ലോ. അതുകൊണ്ട് ഇന്ന് നമുക്ക് രണ്ടുപേർക്കും പട്ടിണി കിടക്കാം. ഇന്ന് നമ്മൾ രണ്ടുപേരും കൂടെ പട്ടിണി കിടന്നിട്ട് ആ ഭക്ഷണം മകന് കൊടുക്കാമെന്ന് പറഞ്ഞു മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനാ വീടിന്റെ വെളിയിൽ നിൽക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുന്നത്? അല്ലാഹുവേ, സങ്കടമായി ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളയ്ക്കകത്തിരുന്ന് കരയുകയാ. പടച്ചവനെ, അനസറിയുന്നില്ല. അനസെന്ന് പറയുന്ന പൊന്നുമോന് വാപ്പയും ഉമ്മയും കാണാതെ വന്നപ്പോ അടുക്കളയ്ക്കകത്ത് വരുമ്പോ രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. എന്തേ ഉപ്പാ, എന്തേ ഉമ്മ? മോനെ അനസേ, വാപ്പ വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യന് കൊടുക്കാൻ ഭക്ഷണമില്ല. ഇന്ന് മോന് കഴിക്കാനുള്ളതേ ഉള്ളൂ. ഞങ്ങൾ പോലും ഇന്ന് പട്ടിണിയാ മോനെ. പടച്ചവനെ, അടുക്കളയിലെ വാപ്പയും ഉമ്മയും മകനും കൂടെ മിണ്ടാതെ അടുക്കളയിൽ ഇരുന്ന് കരയുകയാ. അപ്പോഴാണ് സ്വാലിഹത്തായ ഉമ്മു സുലൈം എന്ന് പറയുന്ന ഭാര്യ പറയുന്നു, അബൂ തൽഹ, ഒരു തന്ത്രം ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു വടി ഞാൻ പറഞ്ഞു തരാ. എന്തേ പെണ്ണ്, ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും ഒരു പാത്രത്തിലിട്. എന്നിട്ട് നിങ്ങളും 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാതിരിക്കൂ. നിങ്ങൾ 3 പേരും കൂടെ ഒരുമിച്ച് കഴിക്കാതിരിക്കൂ. എന്നിട്ട് ഉമ്മ അനസിനോട് പറയുകയാ, എന്റെ പെങ്ങളെ, 11 വയസ്സുള്ള കുഞ്ഞാ, 11 വയസ്സിന് താഴെ പ്രായമുള്ള അനസ് എന്ന് പറയുന്ന പൊന്നുമകൻ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി. അവനോട് ഉമ്മ പറഞ്ഞു, മോനെ, നിങ്ങൾ 3 പേരും കൂടെ ഭക്ഷണം കഴിക്കാതിരിക്കണം. ആ മനുഷ്യൻ പാത്രത്തിലേക്ക് കൈയിട്ട് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന വിളക്ക് നീ അങ്ങ് തട്ടി അണച്ച് കളയണം. ഉമ്മ മകനോട് പറഞ്ഞു കൊടുക്കുകയാ, അടുത്തിരിക്കുന്ന വിളക്ക് നീ തട്ടി അണയ്ക്കണം. എന്നിട്ട് എന്റെ മോന് കഴിക്കരുത്, കഴിക്കുന്നവനെ പോലെ അഭിനയിക്കണം. എന്റെ മകനെ, നീ ഭക്ഷണം കഴിക്കുന്നത് പോലെ അഭിനയിക്കണം. മകനെ, മോൻ ഭക്ഷണം വാരി തിന്നരുത്. പടച്ചവനെ, ഭക്ഷണം എടുത്തു വെച്ചു. 3 പേരും കൂടെ പാത്രത്തിന്റെ ചുറ്റുഭാഗത്തിരുന്നു. ഭക്ഷണ പാത്രത്തിലേക്ക് നോക്കി, ഉമ്മയുടെ മുഖത്ത് നോക്കി. അല്ലാ, സ്വാലിഹായ അനസ് എന്ന് പറയുന്ന പൊന്നുമോന് വിളക്കടച്ചുപ്പാ, വിളക്ക് തട്ടിയിട്ടണച്ചു. എന്നിട്ട് കഴിക്കുന്നവരെ പോലെ അഭിനയിച്ചു. ആ വന്ന മനുഷ്യൻ ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിച്ചു. അൽഹംദുലില്ലാഹ് എന്ന് സലാം പറഞ്ഞ് അവിടെ നിറങ്ങി പോവുകയാ. ഇവര് 3 പേരും അന്ന് രാത്രി ഉറങ്ങി. വിശന്ന് തളർന്നു കിടന്നിട്ട് എപ്പോഴോ ഉറങ്ങി. അല്ലാഹുവേ, സുബഹിന്റെ ബാങ്ക് വിളിച്ചപ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടി എഴുന്നേറ്റു. എന്നിട്ട് ഉമ്മു സുലൈമിനെ വിളിച്ചുണർത്തി. മകനെ വിളിച്ചുണർത്താൻ പറഞ്ഞു. പള്ളിയിലേക്ക് പോകാൻ വേണ്ടി വിളിച്ചുണർത്താൻ പറഞ്ഞു. മോനെ വിളിക്കുമ്പോ എഴുന്നേക്കുന്നില്ല, തളർന്നു കിടക്കുകയാ. ഉപ്പാ, എനിക്ക് നടക്കാൻ പറ്റില്ല ഉപ്പാ. ഉപ്പ തോളിൽ കയറ്റി പള്ളിയിൽ കൊണ്ടുപോകാവൂര്. നിന്നെ ഉപ്പയുടെ ചുമലിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാ. അവസാനം തന്റെ പൊന്നുമകനെ എടുത്ത് ചുമലിൽ വെച്ച് പള്ളിയിൽ കൊണ്ടുപോയി. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അയിന അബൂ തൽഹ, എന്റെ അബൂ തൽഹ എവിടെ? ഏറ്റവും പുറകിലിരുന്ന് പറയുന്നു, ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ മുണ്ടി നബിയേ, ഞാനിവിടെ മുണ്ടി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അടുത്ത് വിളിച്ചിട്ട് പറയുകയാ, ഇന്നലെ വിളക്കണച്ചിട്ട് നടത്തിയ വിരുന്നുണ്ടല്ലോ,
അത് അല്ലാഹുവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആല അവിടുന്ന് ചോദിച്ചു, നബിയേ, ഞങ്ങളുടെ വീടിന്റെ അകത്ത് നടന്നത് നിങ്ങളെങ്ങനെ അറിഞ്ഞു നബിയേ? നിങ്ങളെങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ തൽഹ, ഖുർആനിൽ ആയത്തിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിൽ ആയത്തിറങ്ങി. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഉതൂ ويؤثرون على أنفسهم ولو كان بهم خصاصة. അല്ലാഹുവിന്റെ ഖുർആനിൽ ഇന്നലെ ആയത്തിറങ്ങി. ജിബ്രീൽ വന്നിട്ട് ഓതിക്കൊടുക്കുകയാ. ഖുർആൻ പറഞ്ഞ വീടാ, ഖുർആൻ പറഞ്ഞ വീടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, അബൂ തൽഹ, ഇന്നലെ തിരക്കായിരുന്നു, നിന്റെ വീട് കാണാൻ സുബഹി വരെ മലക്കുകൾ ഇറങ്ങി വന്നു. അബൂ തൽഹ, ഇന്നലെ സുബഹി വരെ നിന്റെ വീട് കാണുന്നതിന് വേണ്ടി മലക്കുകൾ ഇറങ്ങി വരികയാ. നീയും നിന്റെ ഭാര്യയും നിന്റെ പൊന്നുമകനും കൂടെ പട്ടിണി കിടക്കുന്നത് കാണാൻ.